ഹായ് ഗായ്സ്, ഒരു നൈറ്റ് ഡ്യൂട്ടി ഡേ കണ്ടാലോ? ഫസ്റ്റ് ഡേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തോന്നി കുറേ ആയല്ലോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട്, സോ ഒരു നൈറ്റ് ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. നൈറ്റ് ഡ്യൂട്ടി നോർമൽ ഡേ ഡ്യൂട്ടി പോലെയല്ല. 5 മണിക്ക് പഞ്ചിങ് ചെയ്യണം. സോ ഒരു 3 മണിക്ക് റെഡിയാക്കാൻ തുടങ്ങണം. ഞാൻ കുളിച്ച് നോർമൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്തു. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത് കൊണ്ട് കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ റെഡിയാക്കാൻ റൂമിൽ മിററില്ല. സോ എൻ്റെ ഗെറ്റ് റെഡിയൊക്കെ ബാത്റൂമിലെ മിററിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പം ഞാൻ കുറേയൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാനും ട്രാവൽ ചെയ്യാനൊക്കെ യൂസ് ടു ബി ആയി. അല്ലെങ്കിലും പോത്ത് പോലെ വളർന്ന ഞാൻ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നതെന്ന് പറയാൻ എനിക്ക് ഇച്ചിരി നാണക്കേടാണ്. സ്കിൻ കെയർ കഴിഞ്ഞ് നോർമൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ സെറ്റ് ചെയ്യാനാണ് പാട്. ഈ ടൈമിൽ കുളിച്ചാൽ തന്നെ സ്വെറ്റ് ചെയ്യും. സോ ഞാൻ ഡ്രയറൊന്നും യൂസ് ചെയ്യാറില്ല. ഇനി കുറച്ച് ഷോ ഓഫ് ആകാം. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നോർമൽ ഒരു ഈവനിങ് വാക്ക്. ആ ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചിരിക്കും. ഇവിടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാൻ റൂമൊക്കെ നമുക്ക് അവർ തരും. ഒരു റൗണ്ട്സൊക്കെ കഴിഞ്ഞ് റൂമിൽ ബാഗൊക്കെ കൊണ്ടുവച്ച് പിന്നെയും റൗണ്ട്സിന് പോയി. ഇതാണ് ഇവിടെ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റൂം. നൈറ്റ് പെൻഡിങ് വർക്കും ഫോൺ കോൾസും അപ്ഡേഷൻസും എല്ലാം കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. മോർണിംഗ് ഞാൻ എണീക്കാൻ ലേറ്റായി. വേഗം പോയി ഒന്ന് ഫ്രഷായി റൗണ്ട്സിന് പോയി. ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം അവർക്കുണ്ടാവുമല്ലോ പ്രൈവസിയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഇവനെ കണ്ടില്ലേ, ഇവനിപ്പോൾ എപ്പോഴും എൻ്റെ കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണമെന്നുണ്ട്, ബട്ട് ടൈം കിട്ടാറില്ല. ഓണത്തിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പെൻഡിങ്ങിലാണ്. വീട്ടിലെത്തി ഇനി ഒരു സുഖം ഉറക്കം, ദെൻ വീണ്ടും നൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.